General term of a sequence. So in last session, we discussed about number patterns. Now let's discuss about the general terms of a sequence. Consider squares of side 1 centimeter, 2 centimeter, 3 centimeter. What will be their area? അതിന്റെ ഏരിയ എന്തായിരിക്കും? And does it follow any pattern or any sequence? അതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഏരിയ ഒന്ന് നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ 1 സെന്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും? 1 സെന്റിമീറ്റർ ആണ് സ്ക്വയറിന്റെ സൈഡ് എങ്കിൽ അതിന്റെ ഏരിയ 1 സെന്റിമീറ്റർ സ്ക്വയറും, 2 സെന്റിമീറ്റർ ആണെങ്കിൽ അത് 4 സെന്റിമീറ്റർ സ്ക്വയറും, 3 സെന്റിമീറ്റർ ആണെങ്കിൽ അത് 9 സെന്റിമീറ്റർ സ്ക്വയറും ആയിരിക്കും അവിടുത്തെ ഏരിയ. സോ 149 എന്താണ്? ഒരു സീക്വൻസ് ആണ്. 149 എന്താണ്? അവിടുത്തെ സീക്വൻസ് ആണ്. ക്ലിയർ? അപ്പൊ ഇതിന്റെ പാറ്റേൺ അല്ലെങ്കിൽ ഇവിടുത്തെ സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഈ 1ഉം 4ഉം 9ഉം എന്ന് പറയുന്നത് അതിന്റെ 3 ടേമുകളാണ്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ടേമുകളാണ്. ഇനി ആ ഒരു കണ്ടീഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 4, തേർഡ് ടേം 9. വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ടേം ഓഫ് ദ സീക്വൻസ്? അപ്പോൾ ഫസ്റ്റ് ടേം 1 ആണെങ്കിൽ സെക്കൻഡ് ടേം 2 സ്ക്വയർ 4 ആണ്, തേർഡ് ടേം 3 സ്ക്വയർ 9 ആണ്. അപ്പോൾ ഫോർത്ത് ടേം 4 സ്ക്വയർ എന്താകും? 16. ഫിഫ്ത്ത് ടേം 5 സ്ക്വയർ എന്താണ്? 25. അങ്ങനെ അഞ്ചാമത്തെ ടേം എന്താണെന്ന് കിട്ടും? നമുക്ക് 25 ആണ് എന്നുള്ളത് കിട്ടും. സോ ഫിഫ്ത്ത് ടേം ഓഫ് ദ സീക്വൻസ് ഇവിടെ എത്രയാണ്? 25 ആയിരിക്കും. ക്ലിയർ? Now, is there any relation between the position and terms of the sequence? ഈ പൊസിഷനും എന്താണ് ടേംസും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് നോക്കാം. ആദ്യത്തേത് നമുക്കറിയാം 1ൻ്റെത് 1 സ്ക്വയർ, അത് 2ൻ്റെത് എന്താണ്? 2 സ്ക്വയർ, 3ൻ്റെത് 3 സ്ക്വയർ. അപ്പോൾ ഒരു റിലേഷൻ ഉണ്ട്. എന്താണ്? പൊസിഷൻ ഏതാണോ, പൊസിഷൻ 1 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ, പൊസിഷൻ 2 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ, പൊസിഷൻ 3 ആണെങ്കിൽ 3ന്റെ സ്ക്വയർ. അപ്പൊ n ആണ് പൊസിഷൻ എങ്കിൽ നമ്മുടെ ടേം xn എന്ന് നമ്മൾ ഇട്ടാൽ, xn ആണ് നമ്മുടെ ടേം എങ്കിൽ അതെന്താണെന്ന് എഴുതാം? n സ്ക്വയർ ആണെന്ന് എഴുതാം. എന്താണെന്ന് പറയാം? n സ്ക്വയർ ആണ്. സോ ദ ആൽജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദ സീക്വൻസ്, ആൽജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദ സീക്വൻസ് എന്താണ്? n സ്ക്വയർ ആണ്. അപ്പൊ അഞ്ചാമത്തതാണെങ്കിൽ 5 സ്ക്വയർ 25. എന്താ എത്രയാ? 25ാമത്തെ ആണെങ്കിലോ 25 സ്ക്വയർ അഥവാ 625. സോ ഇങ്ങനെ ആയിരിക്കും അവിടുത്തെ പൊസിഷനും അതുപോലെ ടേമും തമ്മിലുള്ള റിലേഷൻ. ക്ലിയർ? സോ ദിസ് ഇസ് വാട്ട് the relation between position and term is for that particular sequence. Now look at the pattern made using the matchstick. How many matchsticks are required to make 5 triangles? ആദ്യത്തെ ട്രയാങ്കിളിന് എത്രയാ? 3. അടുത്തതോ 3, പിന്നെ ഇവിടെ 2, അപ്പൊ എത്രയാ? 3 + 2. അടുത്തതിൽ 3, പിന്നെ 2, 2. അതായത് ഇതിനെങ്ങനെ എഴുതാം? 3 + 2 × 2 എന്ന് എഴുതാം അല്ലേ? സോ ഇവിടെ ആദ്യം 3, പിന്നെ രണ്ടാമത് 3 + 2, പിന്നീട് 3 + 2 × 2 മൂന്നാമത്തതിന്. അടുത്ത നാലാമത്തതിന് എന്തായിരിക്കും? 3 + 3 × 2. അടുത്ത അഞ്ചാമത്തതിനോ 3 + 4 × 2. എന്താണ് 4 × 2? 8. സോ 3 + 8 എത്രയാ? 11. അപ്പോ ഇവിടെ രണ്ടാമത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെ ട്രയാങ്കിൾ എത്ര മാച്ച് സ്റ്റിക്ക് ഉണ്ടാകും? 11 മാച്ച് സ്റ്റിക്കുകൾ ഉണ്ടാകും. എത്ര മാച്ച് സ്റ്റിക്ക് ഉണ്ടാകും? 11 മാച്ച് സ്റ്റിക്ക്. റൈറ്റ് ദ സീക്വൻസ് ഇൻ ഓർഡർ. ഓർഡറിൽ എഴുതാൻ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ 3, പിന്നീട് എന്തായിരിക്കും? 5, പിന്നീട് എത്രയായിരിക്കും? 3 + 4 എത്രയാ? 7. അടുത്തത് 3 + 6 എന്ന് പറയുന്നത് 9. അടുത്തത് 11. അപ്പൊ ഇതായിരിക്കും അവിടുത്തെ സീക്വൻസ് എന്ന് പറയുന്നത്. 2 ഡോട്ട് ഇട്ട് കൊടുക്കുക. അടുത്ത റൈറ്റ് ദ ആൽജിബ്രൈക് എക്സ്പ്രഷൻ ഫോർ ദ സീക്വൻസ്. ഇവിടുത്തെ എന്താണ്? ആൽജിബ്രൈക് എക്സ്പ്രഷൻ എഴുതുക. എന്തായിരിക്കും ഇവിടുത്തെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ? ഇതെല്ലാം ഓഡ് നമ്പർ ആണ് അല്ലെ? അതായത് ഇവിടെ 3 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്. ഇവിടുത്തെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ എന്തായിരിക്കും? ഇപ്പൊ ഓഡ് നമ്പർ ആണെന്ന് പറഞ്ഞ് നമുക്ക് വെറുതെ എന്താണ് പറയാൻ പറ്റത്തില്ലല്ലോ. അതാണ് അവിടുത്തെ ആൽജിബ്രൈക് സീക്വൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടുത്തെ ആൽജിബ്രൈക് സീക്വൻസ് ഞാൻ ഒരെണ്ണം എഴുതാം. 2n + 1. എന്താണ്? 2n + 1. അതായത് n-ന് 1 ഇട്ട് കൊടുത്തേ, എന്ത് വരും? 2 × 1 + 1 എത്ര വരും? 3. n-ന് 2 ഇട്ട് കൊടുത്തേ, 2 × 2 + 1 എത്ര വരും? 4 + 1 5. n-ന് 4 ഇട്ട് കൊടുത്തേ, n-ന് 4 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 2 × 4 + 1 അഥവാ 8 + 1 എത്ര കിട്ടും? 9 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഈ ടേംസിന്റെ സീക്വൻസ് എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് പറയാം? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2n + 1. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട്? 2n + 1. ക്ലിയർ? ഇനി അടുത്തവർ പറഞ്ഞിരിക്കുന്ന റൈറ്റ് ഡൗൺ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരണം? 1 വരണം. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരണമെങ്കിൽ 5നെ 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്താണ്? റിമൈൻഡർ എത്ര വരും? 0 വരും അല്ലേ? അപ്പോൾ ഏത് വെച്ച് ഡിവൈഡ് ചെയ്യണം? 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
റിമൈൻഡർ 1 കിട്ടും. സോ 6 ഒരു പോസിബിലിറ്റി ആണോ? പോസിബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും 5ന്റെ മൾട്ടിപ്പിൾ നമുക്കറിയാം 5 × 1 5, 5 × 2 10, 5 × 3 15, അങ്ങനെയാ പോകുന്നത്. 5 × 4 20, അങ്ങനെയാ പോകുന്നത്. അപ്പോൾ റിമൈൻഡർ 1 വരണമെങ്കിൽ ഈ നമ്പറിന്റെ കൂടെ എല്ലാം എന്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി? 1 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 6, 11, 16, 21 അല്ലെ? 6, 11, 16, 21. അപ്പൊ ഈ നമ്പേഴ്സ് ആയിരിക്കും 6, 11, 16, 21. ഈ ഇങ്ങനെ വരുന്ന നമ്പേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ തരുന്നത്? 1 റിമൈൻഡർ തരുന്നത്. ക്ലിയർ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ വരുന്നു? 1 റിമൈൻഡർ വരുന്നു. അപ്പൊ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ആൽജിബ്രൈക് ഫോം എങ്ങനെയാ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് 5n എന്നിടുക, റിമൈൻഡർ 1 ആയതുകൊണ്ട് +1 ഇടുക. അപ്പൊ 5n+1 അല്ലെ? കാരണം ഈ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 എന്ന് പറഞ്ഞാൽ 5 × 1 + 1. അടുത്ത 11 എന്ന് പറഞ്ഞാൽ 5 × 2 + 1 അല്ലെ? 16 എന്ന് പറഞ്ഞാലോ 5 × 3 + 1. അപ്പൊ ഇതിനെ ജനറൽ ആയിട്ട് എങ്ങനെ പറയാം? 5n+1 ആണെന്ന് പറയാം. ജനറൽ ആയിട്ട് നമുക്ക് പറയാം 5n+1. ഇനി ചോദ്യം ഇതാണ്, 510 ഇതിലുണ്ടോ ഇല്ലേ എന്നാണ് ചോദ്യം. 510 ഇതിന്റെ സീക്വൻസിൽ ഉണ്ടോ? അപ്പോൾ 5n+1 510 ഉണ്ടോ എന്ന് അറിയാൻ ഇവിടെ 5n+1 = 510 എന്നിടുക. എന്നിട്ട് 5n ഇത് കണ്ടുപിടിക്കാൻ നോക്കുക. 510 - 1, അതായത് 509. അപ്പൊ n എന്ന് പറയുന്നത് എത്ര വരും? 509 ഡിവൈഡഡ് ബൈ 5. ഈ 509 ഡിവൈഡഡ് ബൈ 5 എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 509 509നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എക്സാക്ട്ലി? ഇല്ല. കാരണം 5 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ നമ്പറിന്റെ അവസാനത്തെ ഡിജിറ്റ് ഒന്നെങ്കിൽ എന്തായിരിക്കണം? 5 അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഇവിടുത്തെ അവസാനത്തെ ഡിജിറ്റ് 5 അല്ല 0 അല്ല. എന്താ അവസാനത്തെ ഡിജിറ്റ്? 9 ആണ്. അപ്പൊ ഈ n എന്ന് പറയുന്നത് നമുക്കൊരു നാച്ചുറൽ നമ്പർ ആയിട്ട് കിട്ടുമോ? n ഒരു നാച്ചുറൽ നമ്പർ ആണോ? n is not a natural number. എന്തായാലും ഡിവിഷൻ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ആവശ്യമില്ലാതെ തന്നെ നമുക്ക് എന്ത് പറയാം? നമുക്കത് പറയാൻ സാധിക്കും. സോ n ഒരു നാച്ചുറൽ നമ്പർ അല്ല എന്ന് നമുക്ക് തീർത്തും പറയാൻ സാധിക്കും. അങ്ങനെ നാച്ചുറൽ നമ്പർ അല്ല എങ്കിൽ ഈ 510 അതിന്റെ സീക്വൻസ് ആണോ? അല്ല. ഇറ്റ് ഈസ് നോട്ട് എ ടേം ഓഫ് ദ സീക്വൻസ്. സീക്വൻസിന്റെ ഒരു ടേം അല്ല 510. ക്ലിയർ? മനസ്സിലായല്ലോ? ഇനി അടുത്തത് look at the triangle made with dots. How many dots are there in each? ആദ്യത്തേല് 3 ഡോട്ട്, പിന്നീട് എത്രയാ? നമുക്കറിയാം 3 3 6, പിന്നീട് എത്രയാ? 6, പിന്നീട് എത്ര കിട്ടി? 10 അല്ലെ? അങ്ങനെ ഡോട്ടിന്റെ എണ്ണം 10 ആയി. അപ്പൊ 3, 6, 10 അങ്ങനെ പോയത്. Compute the next dots needed to make the next 2 triangles. അടുത്ത ഇവിടെ എത്രയാണ്? ഇവിടെ 3 വെച്ച് കൂടി, ഇവിടെ എത്ര? 4 വെച്ച് കൂടി. അടുത്ത 10ൽ നിന്ന് എത്രയാണ്? 5 വെച്ച് കൂടുന്നു. അപ്പോൾ എത്രയാണ്? 15. ദെൻ അടുത്തതിൽ എത്രയാണ്? 6 വെച്ച് കൂടുന്നു 21, അടുത്തത് 7 വെച്ച് കൂടുന്നു 28. അങ്ങനെ അടുത്ത ഓരോന്നിന്റെയും നമുക്ക് കിട്ടും. അടുത്തതിന്റെ ഈ അടുത്ത ട്രയാങ്കിളിന്റെ എത്രയായിരിക്കും? ഇപ്പൊ നമുക്ക് 10 ആണെങ്കിൽ അടുത്തതിൻ്റെതിൽ 15 ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ളതിൽ 21, അത് കഴിഞ്ഞിട്ടുള്ളതിൽ 28 ആയിരിക്കും. സോ ദിസ് വിൽ ബി ദി നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ദ നെക്സ്റ്റ് 2 ട്രയാങ്കിൾസ് ചോദിച്ചിരിക്കുന്നത്. ഞാനിവിടെ മൂന്നാമത്തെ ട്രയാങ്കിൾ 28 കൂടെ അവിടെ കണ്ടുപിടിച്ചു. സോ ഓരോ ട്രയാങ്കിളിലും കൂടുന്നതനുസരിച്ച് അവിടെ എത്രയാണ് നമ്പർ ഓഫ് ഡോട്ട്സ് എന്നുള്ളത് മനസ്സിലായല്ലോ? ക്ലിയർ? അടുത്ത 1 cubic centimeter of iron weighs 7.8 gram. Write a sequence the weights of iron cubes of side 1 centimeter, 2 centimeter and so on. നമുക്കറിയാം വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു വോളിയം ആണ്. മാസ് ഇൻറ്റു എന്താണ്? വോളിയം ആണ്. അപ്പൊ ആദ്യത്തെ 1 സെന്റിമീറ്റർ ആണ് സൈഡ് എങ്കിൽ അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യൂബ് ആയതുകൊണ്ട് വോളിയം 1 × 1 × 1 അഥവാ 1 സെന്റിമീറ്റർ ക്യൂബ് തന്നെയാണ് അല്ലെ? അടുത്ത 2 സെന്റിമീറ്റർ ആവുമ്പോൾ അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 × 2 × 2 അഥവാ 8 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. അപ്പൊ ഇതായിരിക്കും ഓരോന്നിന്റെയും വോളിയം. ഇനി ഈ വോളിയം വെച്ചിട്ട് നമുക്ക് ഇവിടെ മാസ് 7.8 ഗ്രാം എന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആ 7.8 ഗ്രാം വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വെയിറ്റ് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യത്തെ കേസിൽ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 7.8 ഇൻറ്റു ആദ്യത്തെ വോളിയം 1 തന്നെയാണ്. അപ്പൊ 7.8 എന്താണ്? 7.8 വെയിറ്റ് നമുക്കവിടെ ഗ്രാം എന്ന് തന്നെ ഇടാം. ഓക്കെ, അപ്പോൾ കാരണം ഇത് 1 സെന്റിമീറ്റർ ക്യൂബിന്റെ വെയിറ്റ്, അപ്പോൾ അത് 7.8 ഗ്രാം എന്ന് തന്നെ നമുക്ക് ഫൈനൽ ഇടാം. അടുത്ത രണ്ടാമത്തെ കേസിൽ 2 സെന്റിമീറ്റർ ക്യൂബ് ആണ് ഇതെങ്കിൽ അവിടെ എത്രയാണ്? 7.8 ഇൻറ്റു അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് 8 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എത്രയാണ്? 8 ഇടുന്നു. സോ 7.8 ഇൻറ്റു 8. അപ്പോൾ ആദ്യത്തെ നമുക്ക് കിട്ടി 7.8 ഇൻറ്റു 1 ക്യൂബ്. രണ്ടാമത്തത് നമുക്ക് കിട്ടി 7.8 ഇൻറ്റു 2 റൈസ് ടു 3. അടുത്ത മൂന്നാമത്തത് വരുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ 7.8 ഇൻറ്റു
3 അല്ലേ? അങ്ങനെയാ പോകുന്നത്. അപ്പൊ ഈ 1, 2, 3 അതിനെ നമ്മൾ n ആയിട്ട് സങ്കല്പിച്ചാൽ, അതിനെ നമ്മൾ n ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഫോർമുല, ഇവിടുത്തെ വെയിറ്റിന്റെ ഫോർമുല നമുക്ക് എഴുതാം 7.8 ഇൻറ്റു n ക്യൂബ്, 7.8 ഇൻറ്റു n ക്യൂബ് എന്ന് എഴുതാൻ സാധിക്കും. ക്ലിയർ? 7.8 ഇൻറ്റു n റേസ് ടു 3. ക്ലിയർ? സോ ദാറ്റ് ഇസ് ഹൗ യു ഗെറ്റ് ദി weight of each cubes. Clear? അടുത്തത് algebraic expression of a sequence is 6n plus 1. Find the sequence. സീക്വൻസ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. 6n plus 1 തന്നിരുന്നാൽ സീക്വൻസ് കണ്ടുപിടിക്കാൻ ആദ്യം n ന് 1 ഇടുക. സോ 6 into 1 plus 1 എത്ര കിട്ടും? 7. അടുത്തത് n ന് 2 ഇടുക. അപ്പോൾ എത്ര കിട്ടും? 6 into 2 plus 1 എത്ര കിട്ടും? 12 plus 1 13. അടുത്തത് 3 ഇടുക. അപ്പോൾ എത്ര കിട്ടും? 6 into 3 plus 1 എത്ര കിട്ടും? 19. അടുത്തത് 4 ഇടുക. അപ്പോൾ എത്ര കിട്ടും? 6 into 4 plus 1 that is equal to 25. So 19, 13, 7 അങ്ങനെ നമുക്ക് എത്ര കിട്ടി? ടേംസ് കിട്ടി 7, 13, 19, 25, etc. So this will be the algebraic expression for the, based on the algebraic expression നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? സീക്വൻസ് കണ്ടുപിടിച്ചു. ക്ലിയർ? അടുത്തത്, the first figure is an equilateral triangle of side 2 cm. The second figure is obtained by drawing lines passing through vertices and parallel to the sides. തേർഡ് ഫിഗർ അതേപോലെ വീണ്ടും ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അതിന് മുകളിലൂടെ വരച്ചു. അങ്ങനെ നമുക്ക് ഒരു ട്രയാങ്കിൾ, അതിന് മുകളിൽ വേറെണ്ണം, അതിന് മുകളിൽ വരണം, അങ്ങനെ 3 ഡിഫറെന്റ് ട്രയാങ്കിൾസ് കിട്ടി. ചോദ്യം ഇതാണ്, റൈറ്റ് ദ സീക്വൻസ് ഓഫ് പെരിമീറ്റേഴ്സ് ഓഫ് ദ ബിഗ്ഗസ്റ്റ് ട്രയാങ്കിൾ. വലിയ ട്രയാങ്കിളുടെ പെരിമീറ്റർ എഴുതുക. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളുടെ പെരിമീറ്റർ നമ്മൾ നോക്കുമ്പോൾ 2 ആണെങ്കിൽ അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 into 3 എത്രയാണെന്ന് എഴുതാം? 6 സെന്റിമീറ്റർ ആണെന്ന് എഴുതാം. രണ്ടാമത്തതിൻ്റെത് ഇവിടെ 2ഉം ഇവിടെ 2ഉം കൂടെ ചേർന്ന് എത്രയാണ്? 4. അപ്പോൾ എത്രയാണ്? 4 into 3 എത്രയാണെന്ന് എഴുതാം? 12 സെന്റിമീറ്റർ ആണെന്ന് എഴുതാം. അടുത്തത് ഇത് 2 ആണ്, അത് 2 അല്ല, അത് 4 ആണ്, അതുപോലെ ഇതും 4 ആണ്. അപ്പോൾ എത്രയാണ്? നമുക്ക് അവിടുത്തെ സൈഡ് നമുക്ക് 8 എന്ന് എഴുതാം. സോ 8 into 3 എത്രയാണ്? അവിടുത്തെ പെരിമീറ്റർ 24 സെന്റിമീറ്റർ. അപ്പോൾ ആദ്യത്തെ 6 സെന്റിമീറ്റർ, പിന്നീട് എത്രയാണ്? 4 into 3 വന്നു. എത്ര കിട്ടി? 4 into 3 വരുമ്പോൾ നമുക്ക് കിട്ടുന്നു 12 സെന്റിമീറ്റർ. അടുത്തതിൽ വരുമ്പോൾ 8 into 3 എത്ര കിട്ടുന്നു? 24 സെന്റിമീറ്റർ. ഇതായിരിക്കും പെരിമീറ്റർ. അടുത്ത, റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഏരിയാസ് ഓഫ് ദ ബിഗ്ഗസ്റ്റ് ട്രയാങ്കിൾസ്. വലിയ ട്രയാങ്കിളുടെ ഏരിയ ഏതാ? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഫോർമുല ഇതാണ്, √3/4 ഇൻറ്റു സൈഡ്. അതായത് ഇപ്പൊ എ ആണ് സൈഡ് എങ്കിൽ അതിന്റെ സ്ക്വയർ. ഓക്കെ, √3/4 ഇൻറ്റു എ സ്ക്വയർ. അത് ചെയ്താലാണ് ഏരിയ കിട്ടുന്നത്. അപ്പൊ ഇവിടുത്തെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ 2 അല്ലേ, ആദ്യത്തെ 2 സെന്റിമീറ്റർ ആകുമ്പോൾ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ √3/4 ഇൻറ്റു 2 സ്ക്വയർ. അടുത്തത് ചെയ്യാനായിട്ട് √3/4 ഇൻറ്റു അടുത്തതിന്റെ 4 ആണല്ലോ, അപ്പോൾ 4 സ്ക്വയർ. അടുത്ത 8 ആകുമ്പോൾ √3/4 ഇൻറ്റു 8 സ്ക്വയർ. സോ ചെയ്തു വരുമ്പോൾ ഇവിടെ 2 സ്ക്വയറും 4ഉം കട്ടാവുന്നു, അപ്പോൾ √3 മാത്രം. അടുത്ത 4 സ്ക്വയറും 4ഉം കട്ടാവുമ്പോൾ ഇവിടെ എത്ര വരും? ഒരു 4 മാത്രം, അതായത് 4√3. അടുത്ത 8 സ്ക്വയർ 64/4 എന്ന് പറയുമ്പോൾ 16, അപ്പോൾ 16√3. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? √3, 4√3, 16√3 എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ ആൻസർ കിട്ടി. ക്ലിയർ? So that is how you get the sequence of the areas of the biggest triangle. So നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു സെഷനിൽ ജനറൽ ടേം ഓഫ് എ സീക്വൻസ് പഠിച്ചു, അതുപോലെ തന്നെ ഡിഫറെന്റ് പ്രോബ്ലംസ് അതിനെ ബേസ് ചെയ്ത് ചെയ്തു. സോ ഇനി നമുക്ക് ഈ സെഷൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. Manorama Horizon, learning made simple.